ഇക്കഴിഞ്ഞ 5-ാം തീയതി കാസർഗോഡ് നിന്നും പര്യടനം ആരംഭിച്ച ആശാസമരയാത്ര ജീവിക്കാൻ ആവശ്യമായ കൂലി ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിരമിക്കുമ്പോൾ വെറും കൈയോടെ പറഞ്ഞയക്കാതെ ആനുകൂല്യങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആശാ സമരങ്ങൾ നടത്തുന്ന സമരത്തോട് സംസ്ഥാന സർക്കാർ പിന്തുടരുന്ന അവഗണനാ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തികച്ചും ജനാധിപത്യ വിരുദ്ധവും ട്രേഡ് യൂണിയൻ സിദ്ധാന്തങ്ങൾക്ക് നിരക്കാത്തതുമായ തരത്തിൽ കേരള ഭരണം കൈയാളുന്ന പിണറായി സർക്കാരിന്റെ നെറുകേടുകൾക്കെതിരെ മനസ്സാക്ഷി വളർത്തിക്കൊണ്ട് കടന്നുവരുന്ന ആശാ സമരയാത്രയാണ് ഇവിടെ ചേർന്നിരിക്കുന്നത്. ആശാ അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി ബിന്ദു നയിക്കുന്ന സമരയാത്രയോടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ജാഥയെ വരവേൽക്കുവാൻ, ഈ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ജനങ്ങളോട്, നാട്ടുകാരോട് വിശദീകരിക്കുമ്പോൾ അത് കേൾക്കുവാൻ ഈ പ്രദേശത്തെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഒരു സമരമാണ് ഈ സമരം. ഒരുപാട് പ്രതികൂല കാലാവസ്ഥകളെ തരണം ചെയ്തുകൊണ്ട് കൊടിയ വെയില്, അതുപോലെ തന്നെ പൊടിപടലങ്ങള്, അതുപോലെ തൊരാതെ പെയ്ത മഴ, ആ മഴയത്ത് കേരളത്തിന്റെ തലസ്ഥാനത്ത് ആ സെക്രട്ടേറിയറ്റ് കവാടത്തിന് മുമ്പിൽ സകല സമരം നടത്തിയതിനു ശേഷം ജനങ്ങളുടെ ഹൃദയങ്ങളുമായി സംവദിക്കുന്നതിന് വേണ്ടി കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങൾ തോറും ആശാപ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളുമായി വിടാന്തമായ സംവാദം നടത്തിക്കൊണ്ടാണ് ഈ ജാഥ ഇവിടെ എത്തിച്ചേർന്നത്. ഞാൻ ദീർഘമായി പറഞ്ഞു പോകുന്നില്ല. അനവധിയായ കാര്യങ്ങൾ ഈ മേഖലയിലെ ജനാധിപത്യ വിശ്വാസികളോട് സംവദിക്കാറുണ്ട്. അതിന് പ്രാപ്തരായിട്ടുള്ള ഭൗതിക തലത്തിൽ നല്ല നിലവാരമുള്ള പ്രസംഗികളാണ് ഈ ആശാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ. അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ ജനപ്രതിനിധികളുണ്ട്. ചെറിയ മഴയത്ത് ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങൾക്ക് അനുസൃതമായി ഈ ജനങ്ങളുമായി സംവദിക്കാൻ മുട്ടത്തിന്റെ രാജവീതിയിൽ ഈ നാട്ടിലെത്തിച്ചേർന്ന ആശാപ്രവർത്തകരുടെ ആശാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ, ഈ പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം നൽകുന്ന സംഘടനയുടെ വിവിധ തലങ്ങളിലുള്ള ഭാരവാഹികളെ ഏറ്റവും ഹാർദവമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി മേഴ്സി ദേവസ്യമുണ്ട് ഈ സമരത്തോടൊപ്പം പങ്കുചേരാൻ. മേഴ്സി ദേവസ്യയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വേതനമൊന്നൊരു വാക്കതിന് പറയാനാവില്ല. കാരണം എല്ലാ ജീവനക്കാർക്കും, തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് അടിസ്ഥാന ശമ്പളം, ബേസിക് പേ, DA ക്ഷാമബത്ത, വീട്ടുവാടക HRA, ഹൈറേഞ്ചിലേക്ക് മലമുടകളിലേക്ക് ചെന്നാൽ ട്രാക്ട് അലവൻസ് ഉൾപ്പെടെ കൊടുക്കുമ്പോൾ ഇവർക്ക് 2005 നാഷണൽ റൂറൽ ഹെൽത്ത് കമ്മീഷൻ ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യം, ഗ്രാമപ്രദേശങ്ങളിൽ ആരോഗ്യപരമായി ജനകുട്ടികളെ മുന്നിലെത്തിക്കാൻ വേണ്ടി തുടങ്ങിയ പദ്ധതിയിലൂടെ അത് 2007 ആശാ വർക്കർമാർ വെറും സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി ചില സർവേകൾ, ചില രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുവാൻ, കുട്ടികളെ പോഷിപ്പിക്കുവാൻ, ഗർഭിണികളെ പരിപോഷിപ്പിക്കാൻ ഉൾപ്പെടെ തുടങ്ങിയ പദ്ധതി ഇന്ന് 24 മണിക്കൂറും കർമ്മനിരതരായി പ്രവർത്തനക്ഷമമായി മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് വെറും 7000 എന്ന് നീട്ടി ധനകാര്യമന്ത്രിയും LDF നേതാക്കളും പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഇവരുടെ കപടവാദത്തെ. ഒരു തെരഞ്ഞെടുപ്പ് വഴിവാദത്തിൽ എത്തിയിരിക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മിനിമം വേതനം 700 രൂപയാക്കുമെന്ന് നമ്മുടെ ജില്ലയിലെ തോട്ടം തൊഴിലാളികളോട് പറഞ്ഞു. LDFന്റെ പ്രകടനപത്രികയിൽ എഴുതി ചേർത്തു. അതേ വഞ്ചന തന്നെയാണ് ആശാ വർക്കർമാരോടും പറഞ്ഞത്. 700 രൂപ. ആ 700 ഏറ്റവും കൂടുതൽ സമരം നടത്തിയിട്ടുള്ള പാർട്ടി സംയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിനുശേഷം മാർക്സിസ്റ്റ് പാർട്ടിയുമാണ്. ആവശ്യമുള്ള കാര്യങ്ങൾക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും നിരവധി ദിവസങ്ങളോളം സമരം ചെയ്തിട്ടുള്ള, പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ള, രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുള്ള, രക്തരൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭം നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ആ പാർട്ടിയുടെ അടിവേര അല്ലെങ്കിൽ അതൊരു വടവൃക്ഷമായി സംസ്ഥാനത്ത് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയായി വളർന്നത്
ഇവിടെ മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളുടെ ജീവരക്തം കൊണ്ട് അവരുടെ കഷ്ടപ്പാടുകൾ കൊണ്ട് വേദനകൾ കൊണ്ട് ത്യാഗങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയ ഒരു പാർട്ടിയാണ്. ആ പാർട്ടി 1957 അധികാരത്തിൽ വന്നു. സഖാ.വി.എം.എസിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നു. പിന്നീട് നമുക്കറിയാം പല ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. ശ്രീ വയനാടിന്റെ നേതൃത്വത്തിൽ, ശ്രീ വി.എസ്. അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ, ഇതിനിടയിലുള്ള കാലയളവിൽ UDF-ന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഭയന്ന് പറയുന്നതല്ല, എന്നെ കേൾക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തകരുണ്ടെങ്കിൽ, സഖാക്കളുണ്ടെങ്കിൽ, സുഹൃത്തുക്കളുണ്ടെങ്കിൽ, ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഈ സ്റ്റേജിലിരിക്കുന്നവരോടല്ല, മറിച്ച് ഈ പ്രചരണ ജാഥ നടത്തുന്നത് യഥാർത്ഥത്തിൽ ആത്മാഭിമാനമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നല്ലവരായ പ്രവർത്തകർ നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടിയാണ്. നമ്മൾ എല്ലാവരും പലപ്പോഴും പല മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. എന്ത് മുദ്രാവാക്യം വിളിച്ചിരിക്കുന്നത്? ഇടതുപക്ഷ മുന്നണി വിളിക്കുമ്പോൾ UDF-കാർ വിളിക്കും ഇതുപോലൊരു നാളിക ഭരണം കണ്ടിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ UDF ഭരിക്കുമ്പോൾ ഇടതുപക്ഷക്കാർ തിരിച്ചു വിളിക്കും, ഇടതുപക്ഷക്കാർ വിളിക്കുമ്പോൾ UDF-കാർ വിളിക്കും. തിരിച്ച് അർത്ഥം മനസ്സിലാക്കിയിട്ട് 1.5 ലക്ഷം കോടി രൂപയാണ്. അല്പസ്വല്പം വ്യത്യാസം കാണും. അല്പം വ്യത്യാസം കാണും. 1.5 ലക്ഷം കോടി രൂപ. ആ 1.5 ലക്ഷം കോടി രൂപയിൽ നിന്ന് 2010 ഉദ്ഘാടനം നമ്മുടെ വിജയ ജോസഫ് സാറാണ്. നമ്മുടെ ആശാവർക്കന്മാരെക്കാണ്ട് 100 ദിവസങ്ങളിൽ മുമ്പ് തുടങ്ങിയ ഈ സമരം യാതൊരു പരിഹാരവും കാണാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ. അവർക്ക് വേണ്ടിയിട്ട് ഒരു പരിഗണനയും നൽകാതെ ഈ സമരം അവരെ തീർത്തും അവഹേളിച്ചുകൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ രാപകൽ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മുടെ സർക്കാർ, LDF സർക്കാർ, ഇന്ന് ഇവിടെ എല്ലാവരും സംസാരിച്ചവരെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവർ നടത്തുന്ന ധൂർത്തും കാരണമാണ് ഒരു കാര്യവും നമുക്ക് ജനങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. ഇവിടെ നമ്മുടെ സമരത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. 232 രൂപ എന്ന കൂലി അത് വർദ്ധിപ്പിച്ചു തരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മൾ സമരം നടത്തുന്നത്. വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ തരണം എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡാണ്. ഈ 2 ഡിമാൻഡും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യപ്പെട്ടു. അത് നൽകേണ്ടുന്ന അല്ലെങ്കിൽ നേടിയെടുക്കേണ്ടുന്ന ഡിമാൻഡാണ്. ഇത് ചോദിക്കാതെ തന്നെ കഴിഞ്ഞ 18 വർഷമായി ഈ നാട്ടിൽ പൊതുജനാരോഗ്യ സംവിധാനത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നൽകേണ്ടുന്നതാണ്. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരതും നമ്മൾ പല രീതിയിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ട് അത് നൽകാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്
നമ്മൾക്ക് സമരവുമായി സർക്കാരിന്റെ മുന്നിൽ വരേണ്ടി വന്നത്. 109 ദിവസമായി ഈ സമരം ആരംഭിച്ചിട്ട് ഈ സമരത്തിനെതിരായ പ്രവർത്തനങ്ങളാണ് ഈ സമരം തുടങ്ങിയപ്പോൾ മുതൽ സർക്കാർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അവർ ഈ സമരത്തെ അവഗണിക്കുന്നതിന് വേണ്ടി, അല്ലെ ഈ സമരം ശരിയായ സമരമല്ല എന്ന് പറയുന്നതിന് വേണ്ടി ഈ കാലം അത്രയും, ഈ കഴിഞ്ഞ 110 ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദഗതികൾ ഈ കേരളത്തിലെ ഒരാൾക്കും ബോധ്യപ്പെട്ടിട്ടില്ല. പറയാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്, ഈ സമരത്തെ അവഗണിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്, ഈ സമരം സെറ്റിൽ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. കാരണം നമ്മൾ CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം സഖാവ് MA ബേബിയെ പോയി കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു സമരത്തിന് ഉയർത്തിയിരിക്കുന്ന ഡിമാൻഡുകൾ ശരിയാണ്. ഞാൻ മറ്റു വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവിടെ ആശാവർക്കർമാർ, സ്കീം വർക്കേഴ്സിൽപ്പെട്ട ആളുകളുടെ സമരങ്ങളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. സമരം ന്യായമാണെന്നാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറയുന്നത്. മുഖ്യമന്ത്രിയും പറഞ്ഞു ഡിമാൻഡ് ന്യായമാണ്, കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കേണ്ടതെന്നാണ്. ധനകാര്യമന്ത്രിയും പറഞ്ഞു, തൊഴിൽ മന്ത്രിയും പറഞ്ഞു, ആരോഗ്യമന്ത്രിയും പറഞ്ഞു, അവരുടെ നേതാക്കന്മാരെല്ലാം പറയുന്നു. ചർച്ചയ്ക്ക് പോകുമ്പോൾ CITUവിന്റെ നേതാക്കന്മാരും അടക്കം എല്ലാവരും പറയാണ് വേതനം വർദ്ധിപ്പിച്ചു നൽകേണ്ടത് തന്നെയാണ്. ഇത്രയും തുച്ഛമായ തുകയ്ക്ക് ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയുമോ? പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ സങ്കുചിതമായ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ടാണ് ഈ സമരം സെറ്റിൽ ചെയ്യാതെ പോകുന്നത്. അവരുടെ ചില ആളുകളുടെ പിടിവാശി കൊണ്ടാണ് ഈ സമരം സെറ്റിൽ ചെയ്യാതെ പോകുന്നത്. നമ്മൾ ഉയർത്തിയ ഡിമാൻഡ് ഇവർക്ക് തന്നെ ബോധ്യപ്പെട്ടതാണ്. ഭരിക്കുന്ന ആളുകൾക്കും അവരുടെ സംഘടനകൾക്കും മുന്നണി കിട്ടാൻ വേണ്ടിയാ അവർ ഈ പൈസ ചോദിക്കുന്നത്. ഒന്നും സമ്പാദിച്ച് നാളെ നിങ്ങൾക്ക് സമമന്ദിരങ്ങൾ കെട്ടാനല്ല. നിങ്ങൾ കെട്ടിയില്ലേ ഈ പിച്ചച്ചട്ടി പോലത്തെ പൈസ പിരിച്ച് നിങ്ങൾ ഇപ്പൊ കെട്ടിയിട്ടുണ്ടല്ലോ. തിരുവനന്തപുരത്ത് ഒരു AKG സെന്ററിന് പകരം മറ്റൊരു AKG സെന്റർ, 9 നില സൗധം നിങ്ങൾ കെട്ടിപ്പടുത്തിയല്ലോ. അത് എന്തിനു വേണ്ടിയാ കെട്ടിപ്പടുത്തിയത്? അധ്വാനിക്കുന്ന ജനവർഗത്തിന്റെ നേതാക്കൾ ഇരിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ കെട്ടിപ്പടുത്തിയത്? എന്താ സഖാവേ, നിങ്ങൾ തിരിച്ചറിയൂ, ഈ പാവപ്പെട്ട